അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, ഞാൻ അൽമാസ് ബിഷിരി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിച്ചത്? ഏതായിരുന്നു? ജീം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്ററാണ് ഫ. നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല അറബി അക്ഷരങ്ങൾ എഴുതുന്നത്. മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്നാൽ അറബി ഓരോ അക്ഷരവും 4 രീതിയിലാണ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ അറബി അക്ഷരം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഒരു രീതി, അതൊരു വാക്കിൻ്റെ ആദ്യത്തിൽ എഴുതുമ്പോൾ വേറൊരു രീതി, മധ്യത്തിൽ എഴുതുമ്പോഴും വേറൊരു രീതി, അവസാനത്തിൽ എഴുതുമ്പോഴോ മറ്റൊരു രീതി. അങ്ങനെ 4 രീതിയിലാണ് അറബി അക്ഷരങ്ങൾ വരാറ്. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കൊരക്ഷരം എടുക്കാം. ഫ. ഫ എന്ന അക്ഷരം ഇതാ നോക്കൂ. ഒറ്റയ്ക്ക് വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് വരിക. ഇനി ഇത് ഒരു വാക്കിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും മധ്യത്തിലും എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇത് നമ്മൾ ആദ്യം കണ്ട ഫ തന്നെയാണ്. എന്നാൽ ഇതൊരു വാക്കിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് വരിക. നമുക്കിതിനൊരു ഉദാഹരണം നോക്കിയാലോ? എന്താ ഉദാഹരണം? ഫലാഹ്. ഫലാഹ് എന്ന് പറയുമ്പോൾ ഫാഹാണ് ആദ്യത്തിൽ വന്നത്. ഇത് ആദ്യത്തിൽ ഇതുപോലെ എഴുതുക. അതിനുശേഷം ഫലാഹ് എന്ന് പറയുമ്പോൾ ലാഹ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇതാ നോക്കൂ, ഫലാഹ്. നോക്കൂ, ആദ്യത്തിൽ ഫ വന്നു, പിന്നെ അതിനോട് ചേർന്നിട്ട് ലാഹ് വന്നു. അപ്പം എന്താ വായിക്കുക? ഫലാഹ്. അപ്പോൾ ഫ ആദ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ആദ്യം ഫ, പിന്നെ ലാ, പിന്നെ ഫലാഹ്. ഇനി ഫ മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. യഫ്രഹു. യഫ്രഹു എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ, ഇത് മധ്യത്തിൽ ഫ. യഫ്രഹു എന്ന് പറയുമ്പോൾ മധ്യത്തിൽ ഫ ആണ് വന്നിട്ടുള്ളത്. നോക്കൂ, യഫ്രഹു, യഫ്രഹു. എങ്ങനെയാണ് ഫ മധ്യത്തിൽ വരുമ്പോൾ? ആദ്യം കുറച്ച് അക്ഷരം, പിന്നെ അതിനോട് ചേർന്നിട്ട് ഫ വരുന്നു, പിന്നെയും കുറച്ച് അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫ മധ്യത്തിൽ വരുമ്പോൾ എഴുതുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ അവസാനം വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. നോക്കൂ, ഇത് ഫ അവസാനം വന്നതാണ്. നോക്കൂ, ആദ്യം കുറച്ച് അക്ഷരങ്ങളുണ്ട്, പിന്നെ അതിനോട് ചേർന്നിട്ടാണ് ഫ വന്നിട്ടുള്ളത്. പിന്നെ അക്ഷരങ്ങളൊന്നുമില്ല, പിന്നെ ഫ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാ നോക്കൂ, ഇങ്ങനെയാണ് ഫ അവസാനം വരുമ്പോൾ എഴുതുക. ഇതെന്താ വായിക്കുക? സേഫ്. എന്താണ്? സേഫ്. സ-ഇ-ഫ്, സേഫ്. ഇപ്പം നമ്മളിവിടെ 4 രീതിയിൽ ഫ പഠിച്ചു. എങ്ങനെയൊക്കെയാണ്? ആദ്യം ഒറ്റക്ക്, പിന്നെ 3 രീതിയിൽ. എങ്ങനെയൊക്കെ? ആദ്യം ഒരു വാക്കിൻ്റെ ആദ്യത്തിൽ, പിന്നെ മധ്യത്തിൽ, പിന്നെ അവസാനത്തിൽ. അങ്ങനെ 4 രീതിയിലാണ് നമ്മൾ ഫ പഠിച്ചത്. ഇനി നമുക്ക് ഫ വെച്ച് പറഞ്ഞ ഉദാഹരണങ്ങളുടെ അർത്ഥം കൂടി ഒന്ന് പഠിച്ചാലോ? നോക്കൂ, ആദ്യത്തെ ഉദാഹരണം എന്തായിരുന്നു? ഫലാഹ്. ഫല എന്ന് പറഞ്ഞാലോ എന്താ? വിജയം. ഫല എന്ന് പറഞ്ഞാൽ വിജയം, വിജയം. അടുത്തത് എന്തായിരുന്നു? യഫ്രഹു. യഫ്രഹു എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിക്കുക. നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ, സന്തോഷിക്കുക. അടുത്തത് എന്തായിരുന്നു? സേഫ്. സേഫ് എന്ന് പറഞ്ഞാൽ വാൾ. നോക്കൂ, ചിത്രത്തിൽ കണ്ടോ? വാൾ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അറബി അക്ഷരങ്ങൾ മലയാളം പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ അത്ര എളുപ്പമല്ല എഴുതി തീർക്കാനെന്ന്? ഓരോ രീതിയിലും ഓരോ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാവും ജീമും ഒക്കെ പഠിച്ചില്ലേ എഴുതാൻ?
ഇതുപോലെ നമുക്ക് അറബിയിലെ ഓരോ അക്ഷരങ്ങളും എടുത്ത് പഠിച്ചു നോക്കിയാലോ? ഇൻഷാ അല്ലാ. ഓക്കെ കൂട്ടുകാരെ, ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ലെക്ചറുമായിട്ട് വരാം. നിങ്ങളുണ്ടാവില്ലേ എൻ്റെ കൂടെ? ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.